بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وما توفيقي إلا بالله. عليه توكلت وإليه أنيب. اللهم انفعني بما علمتني وعلمني ما ينفعني وزدنا علما يا رب. അൽഹംദുലില്ലാ, എല്ലാവരും ഈ ഒരു കുറച്ച് സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൈസിൻ്റെ ദുആകളിലൂടെ ഒന്ന് സഞ്ചരിച്ചിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നേടിയ ഇൽമിനെ ഏറ്റവും നൂറായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരു പ്രത്യേകമായ ദുആ തന്നെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഗൈസ് എന്നുള്ള പേരിന് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിൽ നിന്നും നമ്മളിലേക്ക് ആ ഹൃദയത്തിൽ നിന്നും സുബ്ഹാനല്ലാഹ് നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് കോരിച്ചൊരിയുന്ന അല്ലെങ്കിൽ എന്താ പറയാ റഹ്മത്തിന്റെ മഴയായി പെയ്യുന്ന ഒരു ദ്വാ അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു ദ്വാ അല്ല, ദ്വാകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിൽപ്പെട്ട ഏറെ മനോഹരമായ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ സമാധാനം ലഭിക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെ പറ്റി ഇങ്ങനെ സ്വഹാബാക്കളോട് സംസാരിക്കുന്ന സമയത്ത് പിന്നെ ഇതിന്റെ ആ ഒരു പ്രാർത്ഥനയുടെ മഹാത്മ്യം കൊണ്ട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, റസൂലെ ഞങ്ങളിത് മനഃപ്പാഠമാക്കിയിട്ട് എന്നും ചൊല്ലണോ, ഇതിന്റെ വാക്കുകൾ ഞങ്ങൾ ഹിഫ്ള് ചെയ്യണോ എന്നുള്ള ഒരു അർത്ഥത്തിൽ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥന ആര് കേൾക്കുന്നുവോ അവനത് എന്താക്കണം, പഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര് ഈ പ്രാർത്ഥനയെ പറ്റി അറിയുന്നുവോ അവര് ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കി അവര് ദുആ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മളിലേക്കും ഈ പ്രാർത്ഥന എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും, ദുആ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. എന്നാലും അതിൻ്റെ ആശയങ്ങളിലൂടെ നമുക്കൊന്ന് വളരെ ലളിതമായി ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഈ ദുആനെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ദുആ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹമ്മും ഹസനും അതുപോലെ ഗമ്മും, അതായത് ഹമ്മ് പറഞ്ഞാൽ നമ്മളുടെ ഭാവിയിലുള്ള ഞങ്ങളുടെ വേദനകൾ, അല്ല ടെൻഷൻ, നമുക്ക് ഭാവിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണല്ലോ ടെൻഷൻ, എന്തായിരിക്കും എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള നമ്മളുടെ ടെൻഷനുകൾ, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട്, നാളുകളെ പറ്റി ആലോചിച്ചിട്ട് ഞങ്ങളെ ബേജാറ് എല്ലാവർക്കും ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു ഏറ്റവും വലിയൊരു വിഭാഗം ഉമ്മമാരും സ്ത്രീകളും ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്കറിയാം നമ്മൾ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ടും ഭാവിനെ പറ്റിയിട്ടും മക്കളെ പറ്റിയിട്ടും മറ്റെല്ലാ എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും നമുക്ക് ബേജാറുണ്ടാവും. എന്തായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അതുപോലെ ഹസൻ ഉണ്ടാവും. ഹസൻ പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കുറ്റബോധം, പ്രശ്നം, അയ്യോ അത് വേണ്ടായിരുന്നു, അതങ്ങനെ പറ്റിപ്പോയേണ്ട എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങനെ 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 കുറേ ചിന്തകളുണ്ടാവും. കഴിഞ്ഞു പോയ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു തിക്തഫലം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതും കുറേ കുറ്റബോധങ്ങൾ ഉണ്ടാവും. ഇത് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതം ആലോചിച്ചാൽ മതി. പിന്നെ ഗമ്മ് പറഞ്ഞാൽ എന്താണ്, ഇന്ന് കറൻ്റ്ലി പ്രസൻ്റായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ. നമുക്ക് എല്ലാവർക്കും മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ച് ഏകദേശം ഒരു ബുദ്ധിയും പക്വതയും വെച്ച് തുടങ്ങുന്നത് മുതൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ 100% പക്കയായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവനായിട്ടുണ്ടാവില്ല. ഏതൊരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ എന്താ നൽകിയിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞുപോയ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും വരാനിരിക്കുന്ന ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഇന്നിൻ്റെ അവസ്ഥകൾ ആലോചിച്ചിട്ട് നമുക്ക് ബേജാറുണ്ടല്ലേ.
അത് മനുഷ്യന്റെ കൂടെ പിറപ്പായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇങ്ങനെയൊക്കെ അതായത് ഭാവിയെക്കുറിച്ചിട്ടും ഇന്നത്തെ അവസ്ഥകളെ കുറിച്ചിട്ടും അതുപോലെ നാളത്തെ അവസ്ഥകളെ കുറിച്ചിട്ടും ബേജാറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാ, അവൻക്ക് ഈ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു മാറ്റപ്പെട്ടിട്ട് പകരം സന്തോഷം നൽകും എന്നാണ് പറയുന്നത്. കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് ഈ വാഗ്ദാനം തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാ സുബ്ഹാനല്ലാ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിന് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ട്, ഈ ഫളാഇൽ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് റസൂൽ നമ്മളിലേക്ക് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം കൺട്രോൾ ചെയ്യുന്ന അള്ളാഹു തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഈ ദുആ ചെയ്താൽ മതി, നിങ്ങൾ ഹമ്മ് ഹസന് അതുപോലെ ഗം ഇതൊക്കെ എടുത്തു മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പകരം അവിടെ സന്തോഷം നൽകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ആ പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനില്ല നമുക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ പറ്റും. ആദ്യം നമുക്ക് ആ ദുആ ഒരു തവണ ഒന്ന് പരിപൂർണമായിട്ട് വായിച്ചു നോക്കാം അല്ലേ. എനിക്ക് തോന്നുന്നു ഇതിലുള്ള 90% ആൾക്കാർക്ക് ഈ ദുആ അറിയാൻ പറ്റും. നമുക്കൊന്ന് വളരെ സാവധാനത്തിൽ ഒന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. സുബ്ഹാനല്ലാഹ്. പലർക്കും ഇതിലെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഏകദേശ ആശയം ഒരു മനസ്സിൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒന്ന് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക. ആദ്യം തന്നെ ഈ ദുആല് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ ഭാഗങ്ങൾ എന്താന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ എന്താണ് വഹ്ദാനിയത്ത്, അള്ളാഹു ഏകനാണ് റബ്ബ്. ആ ഒരു തൗഹീദിൻ്റെ 3 ഘട്ടങ്ങൾ നമ്മൾ സുബ്ഹാനല്ലാഹ് ഇതിൽ ആദ്യം നമ്മൾ എന്താക്കുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തിൽ ദുആന്റെ മര്യാദകളിൽ പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ പെട്ടൊരു കാര്യമാണ് ആദ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. നമ്മളെന്താക്കുക, നമ്മളെ നിസ്സാരത അല്ലെ നമ്മളെ ബലഹീനത നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുക, കീഴ്പ്പെടുക. അതാണ് ദുആന്റെ മര്യാദകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണത്. അപ്പം ഈ ദുആന്റെ സ്ട്രക്ചർ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന് പഠിപ്പിച്ചു കൊടുത്ത രീതി നോക്കൂ. അത് ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക. ആദ്യം തന്നെ ഞാൻ എന്താണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു റബ്ബെ. അള്ളാഹു, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ ദാസനാണ് നമ്മളവിടെ വളരെ താഴ്മയോടെ പറഞ്ഞു. ആ പറച്ചല് എന്തായെന്നറിയോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്നീ അഹങ്കരിക്കുന്ന ഒന്നും എനിക്കില്ല, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ബിസിനസ്, എൻ്റെ സാമ്രാജ്യം, അതൊക്കെ എന്താണ്, വെറും പൊള്ള വാക്കുകൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റബ്ബെ 100% ഞാൻ നിന്നിൽ ഡിപ്പെൻഡഡ് ആണ്. നീ എനിക്ക് തരുന്നതല്ലാതെ ഒന്നും എനിക്കില്ല, ഞാൻ നിന്റെ ദാസനാണെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവിടെ നമ്മൾ ഭൂമിയോളം താഴ്ന്നു. പിന്നെന്താ പറയുന്നത്? വബ്നു അബ്ദിക് വബ്നു അമതിക്. ചില റിവായത്തുകളിൽ വാവില്ലാതുണ്ട്. ഇബ്നു അബ്ദിക് ഇബ്നു അമതിക്, അതായത് നിന്റെ ദാസന്റെ അതായത് പുരുഷദാസന്റെ മെയിൽ, അള്ളാഹുവിൻ്റെ ആണായിട്ടുള്ള ഒരു അടിമയുടെ
അതായത് മകൻ അല്ലെ മകൾ. അതുപോലെ തന്നെ അമത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീയാണ്. അബിദിന്റെ സ്ത്രീ ഫെമിനീൻ ആണ് അമത്തിക്. നിന്റെ സ്ത്രീ ആയിട്ടുള്ള ഒരു അടിമയുടെ എന്താണ് പുത്രൻ. അത് നമ്മൾ ഇൻ ദ സെൻസ് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നമ്മൾ പൊതുവിൽ ഒരു ദുആ ചെയ്യുന്ന സമയത്ത് ഇബിനു എന്ന് പറയും. നമ്മൾ പൊതുവെ നമ്മൾ അറബിയിൽ ബിന്ത് എന്നാണ് നമ്മൾ പെൺകുട്ടികൾക്ക് പറയുക. പക്ഷെങ്കിൽ പൊതുവിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും. അപ്പോൾ ഇബിനു അബദിക് വബിനു അമത്തിക് എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നിന്റെ ദാസന്റെ മകൾ അല്ലെ മകൻ ആണ് നിന്റെ ദാസിയുടെ പുത്രനാണ് അല്ലെ പുത്രിയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ഞാൻ മാത്രല്ല നിന്റെ അടിമ. ഇതിന്റെ ആശയം വരുന്ന വെച്ചാല് എൻ്റെ ഉമ്മയും ഉപ്പയും നിന്റെ അടിമ എന്ന് മാത്രല്ല, അതായത് എൻ്റെ മുന്നേ കഴിഞ്ഞു പോയ ആൾക്കാരുണ്ടല്ലോ, അത് എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പ, അങ്ങനെ ഇല ആദം അലൈഹിസ്സലാം ആ പരമ്പരയെ മുഴുവൻ എന്താക്കാണ് നമ്മൾ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. പഠിച്ചവനെ ഇന്ന് ലോകത്ത് ജനിച്ച് വീഴുന്ന എല്ലാവരും ആദം അലൈഹിസ്സലാം തൊട്ടിട്ട് ഇന്ന് വരെയുള്ള എല്ലാവരും നിന്റെ അടിമയാണ്, നിന്റെ അബ്ദാണ്, നിന്റെ ദാസന്മാരാണ്. അതാണ് ശരിക്കും ആ ഒരു വാക്യത്തിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഞാൻ നിന്റെ അടിമയുടെ മകനാണ്, നിന്റെ അടിമ സ്ത്രീയുടെ അല്ലെ ദാസിയുടെ മകളാണെന്ന് പറയുന്ന സമയത്ത്, അത് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും എല്ലാവരും നിന്റെ അബിദുകളാണ് പഠിച്ചവനെ. ആ പരമ്പരയിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാനും. അതായത് നമ്മൾ അവിടെ കംപ്ലീറ്റ്ലി മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹുവിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്, ദാസികളാണ് എന്നുള്ളത് അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുകയാണ്. നിന്റെ ദാസന്റെയും ദാസിയുടെയും മകളാണ് ഞാൻ, അല്ലെ മകനാണ് ഞാൻ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവിടെ സമർപ്പിച്ചു. നമുക്ക് ഒരു ദുആന്റെ മര്യാദകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം വളരെ മനോഹരമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവിടെ സമർപ്പിക്കുകയാണ്. അതന്നെ മതി നമ്മൾ ഹൃദയം അലിഞ്ഞു തീർന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ എന്ന് പറയുന്ന പോലെ, അള്ളാഹുവെ ഞാൻ നിന്റെ അടിമയാണ് കൈന്. അതോടുകൂടിയിട്ട് തന്നെ നമ്മൾ ഏകദേശം ഭൂമിയോളം താണു. അള്ളാഹു എനിക്കെല്ലാം നിന്റെ അടുത്ത് തന്നെ വേണം. ഒരടിമ യജമാനൻ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യർ തമ്മിലുള്ള. ചിലപ്പോൾ അത് വികൃതമാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. അടുത്തതായിട്ട് എന്താണ് പറയുന്നത്? നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. വീണ്ടും നമ്മൾ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുകയാണ്. എൻ്റെ മൂർധാവ് നിന്റെ കയ്യിലാണെന്ന് പറയുമ്പോൾ മുതുക് അല്ലെ, നമുക്കറിയാം. നാസിയത്തി ബിയദിക്ക് പറയുമ്പോൾ അത് ഒരു ശരീരത്തിന്റെ ഭാഗം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നല്ല ഉദ്ദേശം. മൂർധാവ് നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അതിന് എന്തെങ്കിലും പ്രയാസം പറ്റിയിട്ട് നമ്മൾ മരണപ്പെടുക പോലും ചെയ്യുമല്ലേ. അതായത് എൻ്റെ ജീവിതം നിന്റെ കയ്യിലാണ്, എൻ്റെ ജീവിതത്തിന്റെ A to Z കാര്യങ്ങൾ റബ്ബേ നിന്റെ കയ്യിലാണ്. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ എന്തായി? വിനയാനീതനായി. വീണ്ടും നമ്മൾ നമ്മളുടെ ദുർബലത വീണ്ടും അള്ളാഹുവിനെ അറിയിക്കുകയാണ്. പഠിച്ചവനെ എനിക്കൊന്നുമില്ല, നാസിയതി ബിയദിക്, എൻ്റെ ജീവിതം നിന്റെ കയ്യിലാണ് റബ്ബേ. അത് സുരക്ഷിതമാണെന്നും കൂടി അവിടെ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ തൃപ്തനാണ് എൻ്റെ ജീവിതത്തിൽ എന്നും കൂടി പറയുന്നുണ്ട്. ഞാൻ നിന്നെ എന്തും, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും, നീ തരുന്ന എന്ത് വിധി വിലക്കുകളും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന് അതിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അടുത്തെന്താ പറയുന്നത്? മാദിൻ ഫിയ ഹുക്മുക്, നിന്റെ തീരുമാനം എന്നിൽ നടപ്പാകുന്നതാണ്. അതായത് എൻ്റെ ജീവിതം പരിപൂർണമായിട്ടും ആരുടെ കയ്യിലാണോ അവൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകും, അതും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ ഇത് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊക്കെ തീരുമാനങ്ങൾ നമ്മൾ ഏറ്റവും സംതൃപ്തമായ മനസ്സോട് കൂടിയിട്ട് അംഗീകരിച്ചു. അതല്ല എങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയ തീരുമാനങ്ങളെ പലപ്പോഴും ഇതൊന്നും എന്താ ഇത്, അല്ലെങ്കിൽ ആ ഒരു അതൃപ്തമായ മനസ്സുകൊണ്ട് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്, എനിക്കെല്ലാം ഹൈറായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊരു ചിന്തയാണ് നമ്മളെ മനസ്സിൽ വരുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കുക. അപ്പൊ
ഒക്കെ അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ കിബറിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൽ ഏതെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അതൊക്കെയും പറിച്ചു കളയണം. ഓരോ വാക്യത്തിലൂടെയും നമ്മളെ ഹൃദയത്തിലുള്ള എല്ലാ അഴുക്കുകളും, എല്ലാ അനാവശ്യമായിട്ടുള്ള വലിച്ചിടുകളും ഒക്കെയും പറിച്ചു കളഞ്ഞുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അടുത്തതായിട്ട് എന്താ പറയുന്നത്? അദ്ലുൻ ഫിയ ഖദാഉക്. സുബ്ഹാനല്ലാഹ്, നിന്റെ വിധി എന്നിൽ നീതിപൂർണമാണ്. അവിടെയും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി നമ്മൾ അറിയിക്കുകയാണ്, എന്താണ് റബ്ബേ, നീ എന്തെൻ്റെ ജീവിതത്തിൽ വിധിക്കുന്നുണ്ടോ അതൊക്കെയും നീതിപൂർണമാണ്, ഒരനീതിയും ഇല്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു الناس شيئا ولكن الناس أنفسهم يظلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മനുഷ്യരോട് അക്രമം കാണിച്ചിട്ടില്ല. അവന് നീതിപൂർണമായിട്ട് മാത്രമേ വിധിച്ചിട്ടുള്ളൂ കാര്യങ്ങൾ. പക്ഷെ മനുഷ്യരെന്താണ്, സ്വന്തം നഫ്സിനെ കൊണ്ട്, സ്വന്തം കൈ കൊണ്ടാണ് അവൻ സ്വന്തത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പ്രവർത്തനം മൂലമാണ് അവൻ സ്വന്തത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കുന്നത്, റബ്ബേ അദ്ലുൻ, നീതിപൂർണമാണ്, ഫിയ ഖദാഉക്, നീ നടപ്പിലാക്കുന്നത് എന്തും, എന്നിൽ നടപ്പിലാക്കുന്നത് എന്തും അത് നീതിയായിട്ടുള്ള കാര്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളുടെ മനസ്സിൽ കാപട്യമുണ്ടോ? നമ്മളിത് നീതിപൂർണ്ണാന്നെന്ന് പറയുമ്പോൾ ഈ ദ്വാൻ്റെ ഒരു വാക്ക് കൊണ്ട് മാത്രം നീതിപൂർണ്ണാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ടും അത് നീതിയാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കരുതായിരുന്നു, അതെന്തിനാ റബ്ബ് എനിക്ക് ഇതിങ്ങനെ തന്നത്? മറ്റുള്ളവരൊക്കെ അത്രയും സന്തോഷത്തിൽ നടക്കുമ്പോൾ എനിക്കെന്താ റബ്ബ് തരാത്തത് എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മളെ മനസ്സിൽ ബാക്കിയാവരുത്. എല്ലാ തരത്തിലും ഈമാനിൻ്റെ പരിപൂർണതയാണ് ഈ പ്രാർത്ഥന. എല്ലാ തരത്തിലും തൗഹീദിൻ്റെ പരിപൂർണതയാണ് ഈ പ്രാർത്ഥന. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താണ്. നമ്മളുടെ ജീവിതത്തിലെ ഖദർ, ഈമാനിൻ്റെ ഓരോ ഭാഗങ്ങൾ അള്ളാഹു പറയാണ്. അദ്ലുൻ ഫിയ ഖദാഉക്. പിന്നെ നമ്മൾ എന്താ അള്ളാഹിനോട് ചോദിക്കുന്നത്? അസ്അലുക, റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവ ലക്, റബ്ബേ നീ നിന്റെ നഫ്സിന് പേര് വെച്ച, അതായത് സുബ്ഹാനല്ലാഹ്, അസ്മാ ഉൽ ഹുസ്നനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ മനോഹരമായ, അല്ലെങ്കിൽ അത്രയും നന്മയേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അസ്മാ ഉൽ ഹുസ്ന, അല്ലെ? സുബ്ഹാനല്ലാഹ്. ആ അസ്മാ ഉൽ ഹുസ്നനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് 99 നാമങ്ങൾ മാത്രം എന്നുണ്ട് എന്ന് ചിലരെങ്കിലും ആ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങൾ മാത്രമല്ല, നമ്മൾ അറിയുന്ന 99 നാമങ്ങൾ, അത്രേ ഉള്ളൂ. നമ്മൾ അറിയാത്ത അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉണ്ട്. അതാണ് ശരിക്കും ആ ഒരു ഭാഗത്തിനെ പറ്റിയിട്ടാണ് ഇനി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വിവിധ നാമങ്ങൾ വെച്ച് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് ആ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദുആൻ്റെ മര്യാദകളിൽ പെട്ടതാണ്. അപ്പം അത് നമ്മൾ യാ മുജീബ്, ഉത്തരം നൽകുന്നവനാ റബ്ബേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേന്ന് വെച്ച് ദുആ ചെയ്ത് നോക്കും. സുബ്ഹാനല്ലാഹ്, അതിനോളം മാധുര്യം. യാ ഫത്താഹ്, എൻ്റെ ജീവിതത്തിൽ നീ വിജയത്തിൻ്റെ വാതിലുകൾ തുറന്നു തരണേന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു നോക്കൂ. യാ റഹീം, എന്നിൽ കാരുണ്യം ചൊരിയണമെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു നോക്കൂ. വളരെയധികം മനോഹരമാണ്. നമുക്ക് ആ ദുആ ചെയ്യുന്ന സമയം തന്നെ നമ്മളുടെ ഹൃദയം അത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കുന്നത് നമുക്ക് കാണാം, പ്രതീക്ഷ വർദ്ധിക്കുന്നത് നമുക്ക് കാണാം ആ ദുആയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം അസ്മാ ഉൽ ഹുസ്ന, അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ നമുക്ക് അതിനൊരു പോയിന്റിലെത്താൻ കഴിയില്ല. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടോ അതിനെപ്പറ്റി വായിച്ചിട്ടോ പഠിച്ചിട്ടോ മനസ്സിലാക്കി ദുആയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് നമ്മൾ ഒരു നിയ്യത്തായിട്ട് കരുതുക ഇതിനില്ല. കാരണം അത്രമേൽ മനോഹരമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗ്ഗമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം അതാണ് നമ്മളോട് പറയുന്നത്, അസ്അലുക ബികുല്ലിസ്മിൻ ഹുവ ലക്. അള്ളാഹുവിൻ്റെ പേര് റസൂൽ ഇട്ട് കൊടുത്തതാണോ, അല്ല നമ്മളാരെങ്കിലും ഇട്ട് കൊടുത്തതാണോ? നമ്മൾ മലയാളത്തിൽ കുറേ പേരിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, തമ്പുരാനെ, പടച്ചവനെ.
അങ്ങനൊന്നും ഏറ്റവും അള്ളാഹുവിന് എന്താ പറയുക റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നമ്മൾ മലയാളത്തിൽ പേര് വിളിക്കാതിരിക്കലാണ് കഴിവിൻ്റെ പരമാവധി ഉത്തമം. അള്ളാഹുവിൻ്റെ പേര് അറബിയിൽ തന്നെ റബ്ബേ, അള്ളാഹുവെ, റഹീം, യാ റഹീം തന്നെ നമ്മൾ വിളിച്ച് ശീലിക്കുക. നമ്മളെ നാവിൽ മലയാള പേര് സ്ഥിരമായതുകൊണ്ട് ഒരു പക്ഷെ അത് മാറ്റാൻ കുറച്ച് പണി ഉണ്ടാവുമെങ്കിലും നമ്മൾ എന്താക്കുക, അള്ളാഹുവിൻ്റെ പേരുകൾ അറബിയിൽ തന്നെ വിളിക്കുക ഇൻഷാ അള്ളാ. അതുകൊണ്ട് അള്ളാഹുവിന് പേര് നൽകിയത് അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തിന് ഏറ്റവും യോജിച്ച പേരുകൾ അള്ളാഹു തന്നെയാണ് അള്ളാഹുവിന് നൽകിയിട്ടുള്ളത്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്, അള്ളാഹുവെ നീ നിനക്ക് ഇട്ട പേരുകൾ, നീ നിനക്ക് നിശ്ചയിച്ച പേരുകൾ റബ്ബേ, അത് മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നമുക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പേരുകൾ മുൻനിർത്തി ചോദിക്കാം അല്ലേ? അപ്പം അള്ളാഹുവെ നീ തന്നെ നിനക്ക് നിശ്ചയിച്ച പേരുകൾ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബെ. അപ്പം അതായത് നമ്മൾക്കറിയാത്ത എത്രയോ പേരുകൾ അള്ളാഹുവിനുണ്ട്. അടുത്തതായി പറയുന്നത് എന്താണ്? സമ്മൈത ബിഹി നഫ്സക്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക്. അള്ളാഹുവെ നീ നിനക്ക് നിശ്ചയിച്ച നിന്റെ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് റബ്ബെ. അതാണ് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഔ അൻസൽതഹു ഫീ കിതാബിക്. റബ്ബെ, നീ നിന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച നിന്റെ പേരുകളുണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്. അതായത് ഖുർആനിലൂടെയും, അതല്ല എങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മറ്റു പ്രവാചകന്മാർ, നമ്മളുടെ റസൂലിന് മുന്നേ നമുക്ക് ഇസ്ലാമിൽ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരുടെ കിതാബുകളിലായിട്ടും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ആശയത്തിൽ വരുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ലൗഹുൽ മഹ്ഫൂദിലായിട്ടും അള്ളാഹുവിനെ എഴുതി വെച്ച ഒരുപാട് പേരുകളുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. നമുക്കാകെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതും ഖുർആനിലുള്ളതുമായിട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾക്കറിയാത്ത ഒരുപാട് പേരുകളുണ്ട് റബ്ബെ, അതിനെയും ഞാൻ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്. അതല്ല എങ്കിൽ റബ്ബെ, നീ നിന്റെ ദാസനക്ക് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ സൃഷ്ടികളിൽ ഒരാളെ നീ പഠിപ്പിച്ച പേരുകൾ വെച്ചിട്ടും അള്ളാഹുവെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ, അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് അല്ലേ. ആ പേരുകൾ മുൻനിർത്തിയിട്ടും റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്. റബ്ബെ, നിന്റെ അടുക്കൽ അദൃശ്യജ്ഞാനത്തിൽ നീ നിനക്ക് പ്രത്യേകമാക്കിയ നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇവിടെ 3 തരത്തിലാണ് സുബ്ഹാനല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അള്ളാഹുവിൻ്റെ അസ്മാകളെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒന്ന്, അള്ളാഹു ആണ്. നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, അള്ളാഹു ആണ് അള്ളാഹുവിൻ്റെ നഫ്സിന്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക് പേര് നിശ്ചയിച്ചിട്ടുള്ളത്. 2, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്ന പേരുകൾ. അതെങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തന്നത്? ഒന്ന്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലൂടെ ഇറക്കിയിട്ടും. 2, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടും. അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 മാർഗത്തിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പേരുകൾ അറിയാൻ പറ്റിയത്. അപ്പം അങ്ങനെയുള്ള എല്ലാ പേരുകൾ മുൻനിർത്തിയിട്ടും. മൂന്നാമത്തത്, നമുക്കാർക്കും അറിയാത്ത, അള്ളാഹു ഒരു സൃഷ്ടിയെയും അറിയിക്കാത്ത, അള്ളാഹുവിൻ്റെ ഇൽമിൽ ഗൈബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി. സുബ്ഹാനല്ലാഹ്, ഈ ദുആയുടെ ഏറ്റവും മധുരമാർന്ന ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്. അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി. ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തം ആക്കണേ റബ്ബെ. ഇവിടെ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കുന്നത് എൻ്റെ ഹൃദയത്തെ നീ സമാധാനമടഞ്ഞതാക്കണേ എന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന് വിശാലമാക്കണേ എന്നല്ല. റബ്ബെ, നിന്റെ ഖുർആൻ കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ വസന്തമാക്കണമേ. വനൂറ സദരി. എൻ്റെ നെഞ്ചകത്തെ പ്രകാശപൂരിതമാക്കണേ റബ്ബെ.
സുബ്ഹാനല്ലാ, ഹൃദയവും നെഞ്ചും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഹൃദയം ഖുർആന് കൊണ്ട് വസന്തമാവുന്ന സമയത്ത് അവിടെ നമ്മളുടെ നെഞ്ചകം അവിടെ നൂറാവുന്ന സമയത്ത് സുബ്ഹാനല്ലാ, നമ്മളുടെ ഹൃദയത്തിൽ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഷിഫ ഉണ്ട് എന്ന് ഏഹ്, എന്താ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ കലാമ കൊണ്ട് അറിയിച്ച അത് നമ്മളുടെ ഖുർആനിൽ എന്താണ്, വഷിഫ ഉല്ലിമ ഫി സുദൂർ അല്ലേ. ആ ഖുർആന് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ വസന്തമാക്കണേ. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, എൻ്റെ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം, എൻ്റെ ആവലാതികൾക്കുള്ള പരിഹാരം, എൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം, അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളകങ്ങളിൽ ഒരു സൃഷ്ടിയെ നമ്മൾ അറിയിക്കാതെ വെച്ച കുത്തുകൾ ഉണ്ടാവില്ലേ, വിഷമങ്ങൾ ഉണ്ടാവില്ലേ, അതെല്ലാം നീ പഴുത് പിഴുതു മാറ്റണേ പഠിച്ചവനെ. എന്തുകൊണ്ട്? ഖുർആന് കൊണ്ട്. പകരം അവിടെ ഖുർആനിനെ നീ വസന്തമാക്കണമേ. വനൂറ സദരി, അള്ളാഹുവിൻ്റെ നെഞ്ചകത്തെ നീ പ്രകാശപൂരിതമാക്കണമേ. വജല ഹുസ്നി, അവിടെ ചില റിപ്പോർട്ടുകൾ വജല ഹുസ്നി എന്നുണ്ട്, ചില റിപ്പോർട്ടുകളിൽ വജില ഹുസ്നി എന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? എൻ്റെ ദുഃഖത്തെ നീക്കുന്നതും വദഹബഹമ്മി മനോവ അതായത് നമ്മൾ ഹുസ്നിനെയും ഹമ്മിനെയും പറ്റിയിട്ട് കുറച്ച് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. ഹുസ്ൻ എന്ന് പറയുമ്പം നമ്മളുടെ കഴിഞ്ഞു പോയ വിഷമാണ്. ഹമ്മ് എന്ന് പറയുമ്പം ഭാവിയിലുള്ള വിഷമാണ്. അതൊക്കെയും റബ്ബെ നീ നീക്കിത്തരണ റബ്ബെ. അതായത് ഇനിയൊന്നും നമ്മൾ ഹൃദയത്തിൽ ബാക്കിയില്ല. ഈ ദുആന്റെ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് പഠിപ്പിച്ചെടുത്തു? അല്ല, സഹാബാക്കൾക്ക് പഠിപ്പിച്ചെടുത്തത് എന്താ? ഈ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയത്തിലെ ഹസനും ഹമ്മും ഒക്കെ മാറിയിട്ട് പകരം അവിടെ ഫർഹ, സന്തോഷം നിറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില റിപ്പോർട്ടുകളിൽ ഫറജ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും ആശയം ഒന്ന് തന്നെയാണ്. നിങ്ങളെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ അഴുക്കുകളും എടുത്തു മാറ്റി പകരം അവിടെ എന്താണ് ഫില്ല് ചെയ്യുന്നത്? സന്തോഷമാണ്. അപ്പോൾ ഈ ദ്വാല് എന്തിനെ പറ്റിയിട്ടുള്ള സന്തോഷം, എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സന്തോഷം ചോദിച്ചിട്ടുള്ളത്? ദുനിയാവിലെ സൗഖ്യങ്ങൾ നൽകിയിട്ടാണോ? അല്ലെങ്കിൽ ദുനിയാവിൽ ഒരുപാട് നിനക്ക് റിസ്കുകൾ നൽകിയിട്ടെന്നല്ല അള്ളാഹു ഓഫർ ചെയ്തത്. പകരം അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ ഫില്ല് ചെയ്യണമെന്നാണ് നമ്മൾ അള്ളാഹുനോട് പറയുന്നത്. എത്ര മഹത്തരമാണ് ഈ ദ്വാ. പ്രത്യേകിച്ച് ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് എപ്പോഴുള്ള ഒരു കയറാണ്, ഒരു അള്ളാഹുവിലേക്ക് ഓടി അടുക്കാൻ പറ്റുന്ന ഒരു പിടിവള്ളിയാണ് ഖുർആൻ. അൽ ഖുർആൻ റബീഅ ഖൽബി, ഈ ഒരു വാക്യത്തിൻ്റെ ആശയം സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ അത്രമാത്രം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരാൾ ഖുർആനിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ അവൻ്റെ ജീവിതം ഏറ്റവും നല്ല മാർഗത്തിലാവുകയുള്ളൂ. അവൻ ഖുർആൻ പഠിക്കുന്നതിലോടുകൂടി അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കും, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ മനസ്സിലാക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിലെ ഹമ്മും ഹസനും ഗമ്മും ഒക്കെ എടുത്ത് മാറ്റപ്പെടും. അതാണ് അവിടെ പകരം ഖുർആനിനെ നിറക്കാൻ, നമ്മൾ ഖുർആനിൻ്റെ വസന്തം നിറക്കാൻ, ഖുർആനിനാൽ വസന്തം നിറക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അതായത് എല്ലാ സന്തോഷങ്ങളുടെയും എല്ലാ പ്രതീക്ഷകളുടെയും ഉറവിടം ഖുർആനാണ് എന്നാണ് സുബ്ഹാനല്ലാഹ് ഈ ദുആയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് പോലെ ഇത്ര ദുആകൾ ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ ജീവിതത്തിൽ ഇന്ന ബർക്കത്തുകൾ കിട്ടും, ഇന്ന മന്ത്രം ഇങ്ങനെ ചൊല്ലിയാൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ ചൊല്ലിയാൽ അങ്ങനെ കിട്ടും, ഇത് ഇസ്ലാമിൻ്റെ രീതിയല്ല എന്നുള്ളത് കൂടി ഇവിടെ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതേ നമുക്ക് എന്തുള്ളൂ, നമ്മളുടെ ലൈഫിൽ കിട്ടാനുള്ളൂ. അതല്ലാതെ ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ രാവിലെയും വൈകുന്നേരം ഈ ദുആ 5 പ്രാവശ്യം ചൊല്ലി വിചാരിച്ചോ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആസ്വാദനം കിട്ടുമോ? ഖുർആനായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഇങ്ങനെ ഏതോ ഈ ദുആൻ്റെ ഒരു ആശയം അറിയില്ല, പക്ഷെ വാക്കുകൾ മാത്രം ഹിഫ്ള് ചെയ്തുകൊണ്ട് ഈ ദുആ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല ഫായിദയും കിട്ടുമോ? ഇല്ല. ശരിക്കും ഈ ദുആൻ്റെ ആശയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാക്ടിക്കൽ കൂടിയാണ് ഇസ്ലാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് മടങ്ങാതെ നമുക്കൊരു രക്ഷയുമില്ല, നമുക്കൊരു സന്തോഷമില്ല. അപ്പോൾ ആ ഹദീസിൽ ഫർഹൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ശരിക്കും അത് ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. നമ്മളുടെ സന്തോഷം ഖുർആനാവണം. നമ്മളുടെ ഹമ്മും ഹസനും ഗമ്മും നീക്കിത്തരുന്നത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാവണം. അതായത് ജീവിക്കുന്ന ഖുർആൻ എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത്. ആ റസൂലിൻ്റെ ഉമ്മത്താണ് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങിയാൽ
ബിഇദ്നില്ല നമ്മളുടെ ഹൃദയത്തിൽ അഴുക്ക് പിടിച്ച എല്ലാ കറകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. നമ്മളെ ഹസൻ അള്ളാഹു മാറ്റിത്തരും, നമ്മളെ ഹം അള്ളാഹു മാറ്റിത്തരും. അതാണ് അതുപോലെ അവസാനത്തിൽ പറയുന്നത്, ഹുസ്നി വദഹാബ ഹമ്മി. റബ്ബേ, എൻ്റെ കയ്യിന് പോയ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് നല്ല ബേജാറുണ്ട്, കുറ്റബോധമുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ പുഴുക്കുത്തുകൾ എന്നെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട് ആ പാപങ്ങളാൽ. പഠിച്ചോനെ, അത് നീ നീക്കിത്തരണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ വസന്തം കൊണ്ട്. വദഹാബ ഹമ്മി. പഠിച്ചോനെ, ഭാവിയെ പറ്റി ആലോചിച്ചിട്ട് അത്രമാത്രം ബേജാറുണ്ട്. ഇന്നത്തെ കാലത്തിൽ ബേജാറ് ഡേ ബൈ ഡേ ബേജാറ് കൂടി വരികയുള്ളൂ. പക്ഷെ അതിനെ നീ മാറ്റിത്തരണേ. എന്തുകൊണ്ട്? ഖുർആന് കൊണ്ട്. ഷെൽഫിൽ അടച്ചു വെച്ച ഖുർആന് കൊണ്ട് നമുക്ക് വല്ല മാറ്റങ്ങളും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളാണ്. തുറന്നു വെച്ച ഖുർആൻ കൈകളിലേക്കെടുത്ത് അള്ളാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പാരായണം ചെയ്താൽ ബിഇസ്നില്ല റസൂല് വാഗ്ദാനം ചെയ്തതുപോലെ ഈ ദുആ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമായി മാറും, പ്രതീക്ഷയായി മാറും, തവക്കുലായി മാറും, കോൺഫിഡൻസ് ആയി മാറും ബിഇദ്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിൻ്റെ ഹദീസ് പഠിപ്പിച്ചപ്പോൾ റസൂൽ സ്വഹാബാക്കളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ആര് ഈ പ്രാർത്ഥന കേട്ടോ അവനത് മനഃപ്പാടമാക്കി പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്നുള്ള വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രാർത്ഥന മനസ്സിലാക്കുക. മനഃപ്പാടമാക്കാൻ പ്രയാസമുള്ളവർ എവിടെയെങ്കിലും എഴുതി വെച്ച് നോക്കി ദുആ ചെയ്യുക. ഓരോന്നും മനസ്സിലാക്കുക. ആദ്യം അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, പിന്നെ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നനെ പറ്റി പറയുന്നു. അതിനുശേഷം നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹൃദയത്തെ ഖുർആനെ കൊണ്ട് വസന്തപൂരിതമാക്കണമേ. എൻ്റെ ഹൃദയത്തെ നിന്റെ പ്രകാശം കൊണ്ട് നീ പ്രകാശിപ്പിക്കണം റബ്ബേ. അതിലുള്ള എല്ലാ വിഷമങ്ങളും, കഴിഞ്ഞുപോയ വിഷമങ്ങളും, വരാനിരിക്കുന്ന വേജാറുകളും റബ്ബെ നീ മാറ്റിത്തരണമല്ല. അങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ബിഇദ്നില്ല റസൂലിൻ്റെ വാഗ്ദാനം, അള്ളാഹു റസൂലിലൂടെ നമുക്ക് നൽകിയ വാഗ്ദാനം അവിടെ ബിഇദ്നില്ല തെളിയും. നമ്മളുടെ ജീവിതം സങ്കടങ്ങൾക്ക് പകരം സന്തോഷമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു ദുആ കൊണ്ട് ശരിക്കും മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിന് ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു അള്ളാഹു നടപ്പിലാക്കുന്നതെന്തും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള അള്ളാഹുവിൻ്റെ പക്ക ഖുലഫാകളായിട്ട് നമ്മൾ ശരിക്കും ഈ ദുനിയാവിൽ മാറും ബിഇദ്നില്ല. കാരണം നമ്മളെ ലൈഫ് മുഴുവൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് അള്ളാഹു നടപ്പിലാക്കുന്നത് എന്തും നീതിയാണെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അള്ളാഹു അത്രയും മഹത്വമുള്ളവനാണെന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹുവിൻ്റെ കലാമിലേക്കാണ് നമ്മളെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ ആക്കുമ്പോൾ ശരിക്കും ദീനിൻ്റെ ഖുലഫാ റാഷിദീങ്ങളായിട്ടാണ് ബിഇദ്നില്ല നമ്മൾ പിന്നെ ഈ ദുനിയാവിൽ ഉണ്ടാവുക ബിഇദ്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഖുർആനിനോട് ചേർന്ന് ജീവിക്കാൻ നമ്മൾ ശരിക്കും പലപ്പോഴും വാക്കുകളിൽ മാത്രമാണ് ഖുർആൻ്റെ മഹാത്മ്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏത് വിഷമം വരുമ്പോഴും കയ്യിൽ ഖുർആൻ എടുക്കാനുള്ള ഒരു മിനിറ്റ് പ്രയാസമായിരിക്കും, പിശാച് എടുപ്പിക്കൂല. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ബിഇദ്നില്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ പ്രകാശപൂരിതമാവുകയും ചെയ്യുന്ന പിശാചിനെ അറിയുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ നമ്മളെ മുടക്കും. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഖുർആനിൽ നിന്ന് സന്തോഷം നേടുന്നവരായിട്ട് ആ വലിയൊരു ഫദ്ലുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين. الله سبحانه وتعالى കേട്ടതിനേക്കാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രഹസ്യ ജീവിതം ഏറ്റവും നന്നാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഓരോരുത്തർക്കും നൽകട്ടെ. പരസ്യ ജീവിതവും അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ധിക്കരിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ പറഞ്ഞു പോയതിൽ എന്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും, തെറ്റുപറ്റാൻ വളരെയധികം സാധ്യതയുണ്ട്. മനുഷ്യരാണ്, ബലഹീനരാണ്, ദുർബലരാണ്. ഇൽമിൻ്റെ കാര്യത്തിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, മഹാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻക്ക് പഠിപ്പിച്ചു കൊടുത്ത അത്രയും മഹത്വമുള്ള വാക്കുകളാണ്. അതിനെ വിശദീകരിക്കാനോ അതിന് എന്താ പറയുക, എത്രമാത്രം നമ്മൾ എന്ത് ശ്രമിച്ചാലും അത് പരിപൂർണതയിലെത്തുകയില്ല എന്ന പരിപൂർണ ഉറപ്പുണ്ട്. പക്ഷെ നമ്മളുടെ ഇൽമിൻ്റെ ഏറ്റവും പരിധി ഉപയോഗിച്ചുകൊണ്ട്
അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനില്ല. നിങ്ങൾ ഓരോരുത്തരും ഈ ദുആനെ പറ്റി കൂടുതൽ പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ തദബ്ബുർ ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും ഇതുകൊണ്ട് ഈ ദുആനെ മൂടി വെക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഈ ദുആയിൽ നിന്ന് കിട്ടാനുണ്ടാവും ഇതിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും എളുപ്പമാക്കി തരട്ടെ. അഖൂലു ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുആന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.